നമ്മളെ നാട്ടിലൊരവസ്ഥയാണിത്. എന്നാണ് പഠിച്ചോനെ ഈ അവസ്ഥക്കൊന്ന് മാറി കിട്ടുക? റോഡ് സൈഡ് കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തിയപ്പോൾ പൊട്ടിയതാണ് വാട്ടർ അതോറിറ്റിൻ്റെ ഈ പൈപ്പ്. അന്ന് മുതൽ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു മാസമായിപ്പോൾ ഈ കംപ്ലൈൻ്റ് ആയിട്ട്. അന്ന് മണ്ണ് മാന്തണ സമയത്ത് ഇത് പൊട്ടിയപ്പോൾ ഒരു കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ ചോദിച്ചു, ഇത് നന്നാക്കിയിട്ട് കോൺക്രീറ്റ് ഇട്ടാൽ പോരേന്ന്. അപ്പോൾ ആ കോൺക്രീറ്റ് ഇടുന്ന ടീം എന്നോട് പറഞ്ഞത് വാട്ടർ അതോറിറ്റീനെ അറിയിച്ചിട്ടുണ്ട്, അതുപോലെ കംപ്ലൈൻറ്റ് തീർക്കും, ഞങ്ങൾ കോൺക്രീറ്റ് ഇട്ട് പോവുകയാണ്, അത് ഓല പണിയാണെന്ന് എന്നോട് പറഞ്ഞത്. എന്നിട്ടും കുറേ ദിവസം ഇതിങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ നിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വാട്ടർ അതോറിറ്റീനെ വിളിച്ച് 19/16 വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഇതുവരെ ഇതെന്തായിട്ടില്ല, സോൾവ് ചെയ്തിട്ടില്ല. വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെ. ഇതിപ്പോൾ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തിയപ്പോൾ പൈപ്പ് പൊട്ടി. എന്നിട്ട് ആ പൈപ്പ് നന്നാക്കാതെ അതിൻ്റെ മേൽക്കൂടെ കോൺക്രീറ്റ് ഇട്ട്. ഇനിയിപ്പോൾ ആ പൈപ്പ് നന്നാക്കണമെങ്കിൽ ആ കോൺക്രീറ്റ് പൊട്ടിക്കണം. അപ്പോൾ പിന്നെ ആ കോൺക്രീറ്റ് പൊട്ടിച്ച ഭാഗം അത് അതേപോലെ അവിടെ കിടക്കും. ഇത് ഒന്ന് നന്നാക്കുമ്പോൾ ഒന്ന് കേടെന്നാൽ അത് അങ്ങനെ തന്നെ ഇട്ട് പോകണം. ഈ പരിപാടി നിർത്താൻ എന്താ നമ്മൾ ചെയ്യേണ്ടി? ആരോടത് പറയേണ്ടി? എവിടെ അത് എത്തിക്കേണ്ടി? എന്താ ഇപ്പോൾ ഇത് കഥ? അന്ന് ഞാൻ 19/16 കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ചോദിച്ചു, ഇതിങ്ങനെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് പൊട്ടിയതാണ്, അപ്പോൾ ഇത് ആരാ റെഡി ആക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഓരാണ് റെഡി ആക്കേണ്ടത്, റോഡിൻ്റെ ആളുകൾ. ഇനി അവർ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിൻ്റെ ആളുകൾ തന്നെ വന്നിട്ട് റെഡി ആക്കും. അതുകൊണ്ട് ഏതായാലും നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് സോൾവ് ചെയ്തിക്കണമെന്നാണ് ഇവിടെ കാണിക്കണതെന്ന്. ഇവിടെ ഒരാൾ പോലും വന്നിട്ടില്ല. വെറുതെ പറയല്ല, ഇത് ഞങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കി. എവിടുന്നാണ്? തിരൂരങ്ങാടിന്നാണോ പറഞ്ഞത്? പറഞ്ഞല്ല സാർ, നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് കംപ്ലൈന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു അതെ അതെ, അത് റിസോൾവ് ചെയ്തൊരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അത് തിരൂരങ്ങാടിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. തിരൂരങ്ങാടി ആണ് നിങ്ങളുടെ സെക്ഷൻ ഓഫീസ് വെച്ച് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കാ പോകുന്നത് ഈ കംപ്ലൈന്റ്. തിരൂരങ്ങാടിയിലേക്ക് അത് വെച്ചിട്ട് അവര് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. റിസോൾവ് ഇടാ കാണിക്കുന്നത് സ്റ്റാറ്റസില്. അതെ, അവിടെ ഇതുവരെ ഒരു മനുഷ്യൻ വന്നില്ല. എന്റെ വീടിന്റെ തൊട്ട് മുന്നിലാണത്. വോയിസ് കേട്ടില്ല നിങ്ങൾ? അതായത് ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണല്ലോ ഈ കംപ്ലൈൻറ്റിൻ്റെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതുവരെ ഒരാൾ വന്നിട്ടുമില്ല, ആ പ്രശ്നം പരിഹരിച്ചിട്ടുമില്ല. എപ്പോഴൊക്കെ ഈ ലൈനിലെ വെള്ളം സപ്ലൈ ഓപ്പൺ ആക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇവിടെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു ചോദ്യം വരും, ആ വീഡിയോ എടുത്ത സമയത്ത് എനിക്കത് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചുകൂടെയിരുന്നോ എന്ന്. ചെയ്തിരുന്നു സുഹൃത്തുക്കളെ, പല തവണ പല വിധത്തിൽ ഞാനത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഞാൻ മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരും ആ ശ്രമം നടത്തിയതാണ്. അതൊന്നും വിജയിച്ചിട്ടില്ല. കാരണം ചെറിയൊരു ഭാഗം മാത്രമാണ് ആ കോൺക്രീറ്റിൻ്റെ പുറത്തേക്ക് പൈപ്പ് തള്ളി നിൽക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ബ്ലോക്കായി നിൽക്കും. പിന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് അത് മെല്ലെ 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 നീങ്ങി പൂർണ്ണമായിട്ട് ഓപ്പൺ ആവും. വെള്ളം ഇതുപോലെ അങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട വിധം എത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കപ്പെടാൻ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. വെള്ളം അമൂല്യമാണ്. ഒരു തുള്ളി പോലും പാഴാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.